ജെഫിനെ ലോഡ് ചെയ്യടാ. ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് BGMI വന്ന ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ BGMI നോർമൽ നമ്മൾ റാങ്ക്ഡ് മാച്ച് കളിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ അറീനയിൽ റാങ്ക്ഡ് അറീന എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഓൾറെഡി PUBG മൊബൈൽ വന്നിട്ടുണ്ട്. പക്ഷേ BGMI വരാൻ നോർമലി ഈവെൻ്റ് പോലെ തന്നെ കുറച്ച് ലേറ്റൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്കിങ് സിസ്റ്റം എങ്ങനെ വർക്കാന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഈ റാങ്കുകളൊക്കെ കളിക്കുമ്പോൾ റാങ്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇതിൽ 4 മാപ്പുണ്ട്. അതിൽ 4 മാപ്പിലും റാൻഡം ആയിരിക്കും. ഓരോ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം റാൻഡം മാപ്പായിരിക്കും വരിക. നമ്മൾ കൂടുതൽ കില്ലെടുത്താൽ അതിൽ കൂടുതൽ പ്ലസ് കിട്ടും. ഇപ്പോൾ കില്ല് ഒന്നും എടുത്തില്ല എന്നാണെങ്കിൽ -1 അടിക്കത്തില്ല, പക്ഷേ 0 ആയിരിക്കും. പ്ലസ് അങ്ങനെ എന്നൊക്കെ +1 അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നോർമലി ഈ ഒരു സിൽവർ, ഗോൾഡ് അങ്ങനെയൊക്കെ അടിക്കുന്ന സമയത്ത് ഓരോരോ സാധനങ്ങൾ കിട്ടും. ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ഒരു കില്ലടിക്കുന്ന സമയത്തുള്ളൊരു ഇതിൻ്റെ ആനിമേഷനാണ്. പിന്നെ അവതാർ കിട്ടുന്നുണ്ട്, പിന്നെ ബ്രോഡ്കാസ്റ്റിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്, പിന്നെ കുറച്ചധികം കിട്ടുന്നു. പിന്നെ അറീന ഡോമിനേറ്ററിൻ്റെ ഒരു സാധനം കൂടി കിട്ടുന്നുണ്ട്. നോർമലി റാങ്കുകളിൽ പോലെ തന്നെ ഇതിലും റാങ്ക് സിസ്റ്റം ഉണ്ട്. അത് ടോപ്പിൽ 6 അങ്ങനെയൊക്കെ. ഇതിലിപ്പോൾ അബൂസാണ് നിൽക്കുന്നത് ടോപ്പിൽ. ഇതിന് വേറെ തന്നെ ലാഡർ അറീന എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെയുണ്ട്. വാവ് മാപ്പിലും ഇതുപോലെ റാങ്ക് സിസ്റ്റം കൊണ്ടുവന്ന പോലെ തന്നെ ലീഡറിൻ്റെ ഇതും ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ബാന് കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ വിശദമായി തന്നെ പറയാം. ഇതിലിപ്പോൾ നോർമലി നമ്മൾ ഇപ്പോൾ റാങ്ക്ഡ് മാപ്പിലാണെങ്കിൽ റാങ്ക്ഡ് മാപ്പിലാണെങ്കിൽ നമുക്ക് മെറിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കുറയുക ചെയ്യാം. നമ്മളെ നോർമലി കളിക്കുന്ന സമയത്ത് എക്സിറ്റ് അടിച്ചാൽ മെറിറ്റ് കുറയും. ഇതിൽ മെറിറ്റ് കുറയത്തില്ല. ഇതിൽ ഒന്നോ അതിൽ കൂടുതലോ തവണ റാങ്ക്ഡ് മാച്ച് കളിക്കുന്ന സമയത്ത് എക്സിറ്റ് അടിച്ചാൽ, റാങ്ക്ഡ് അറീന കളിക്കുന്ന സമയത്ത് എക്സിറ്റ് അടിച്ചാൽ ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ബാൻ കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതുപരി നിങ്ങൾ ഇങ്ങനെ എക്സിറ്റ് അടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു മാച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് പ്ലസ് കിട്ടുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റമൊക്കെ എന്ന്. ഞാൻ കുറച്ച് നാളായി കളിച്ചിട്ട്, എന്നാലും കാണിക്കാം. ഈ ഒരു ഗെയിം ഞാൻ തോറ്റു, പക്ഷേ ഇതിൽ പ്ലസ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ നമ്മൾ ഡിഫീറ്റ് ആയി വിചാരിച്ചിട്ട് -1 ആവത്തില്ല, പക്ഷേ പ്ലസിൻ്റെ ഒരിത് കുറയും. ഞാനിപ്പോൾ 8 കില്ലെടുത്ത് എനിക്ക് 10 പ്ലസ് കിട്ടി. ഇപ്പോൾ അത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി കിട്ടും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 4 മാപ്പ് എന്ന് പറയുന്നത് റാൻഡം ആയിരിക്കും. ഇപ്പോൾ എനിക്കിത് അറീന വെയർ ഹൗസ് വന്നതെന്ന് വിചാരിച്ചിട്ട് അടുത്ത കളിയും വെയർ ഹൗസ് വരണമെന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറൊരു കളി സ്റ്റാർട്ട് ചെയ്തു. ഏത് മാപ്പാണ് വന്നതെന്ന് നോക്കൂ നിങ്ങൾ. പിന്നെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞത് മറക്കണ്ട, റാങ്ക്ഡ് അറീന കളിക്കുന്ന സമയത്ത് എക്സിറ്റ് അടിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് കളിച്ചു തീർക്കുക, അല്ലാതെ എക്സിറ്റ് അടിച്ച് പോകാതിരിക്കാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടത് വേറെ മാപ്പാണ്, റാൻഡമാണ്. ഇന്ന് തന്നെ വേണമെന്നില്ല. ചില ടൈം ഒരു മാപ്പ് തന്നെ 2 വട്ടം വന്നെന്നിരിക്കാം, 3 വട്ടം വന്നെന്നിരിക്കാം, പക്ഷെ റാൻഡം ആയിരിക്കും. വേറൊരു കാര്യം കൂടി, ഇതിൽ ഈ റാങ്ക് കളിക്കുന്നത് ഏതോ ലീക്ക് മാപ്പ് ഏതാ കളിച്ചാലും ഈ ക്യാമ്പസ് ഇല്ലേ, അതുപോലെ അറീന ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ റാങ്ക്ഡ് അറീന വന്ന സമയത്ത് അത് എനിക്ക് മനസ്സിലായി, അത് ഏത് മാപ്പിലായാലും വന്നോളും. അറീന മാപ്പിലിപ്പോൾ ഞാൻ പൊതുവെ
എല്ലാവരും ഉണ്ടെന്നല്ല, പക്ഷേ കുറച്ച് പേരുണ്ട്. പിന്നെ ഈ ക്യാമ്പ് അടിച്ചിരുന്നിട്ട് ഷോട്ട് ഗണ്ണൊക്കെ M10 വെച്ച് അടിച്ച് ആൾക്കാരുണ്ട്. ഞാൻ ഇത് കളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ഒരിതായിട്ട് ഒരു സ്ലോട്ടിൽ ഷോട്ട് ഗണ്ണ് സെലക്ട് ചെയ്ത് വെച്ച് കളിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരെ ഈ ഷോട്ട് ഗണ്ണ് കൊണ്ട് നമുക്കൊരു വന്നേക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഈ റാങ്ക്ഡ് അരീനയുടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്. ബാൻ കിട്ടുന്നത് ശ്രദ്ധിക്കുക, അത് ഉറപ്പായിട്ട് കിട്ടും. കുറേ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സൈനിങ് ഓഫ്.